നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ദുരന്തർ 2 അതിൻ്റെ ടീസർ റിലീസായിട്ടുണ്ട്. നമുക്കറിയാം ദുരന്തർ 1 ഇപ്പോൾ ഏകദേശം 1200 CR ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് സിനിമ. എനിക്ക് ബോളിവുഡിൻ്റെ കഴിഞ്ഞ വർഷത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച സിനിമ ദുരന്തർ തന്നെയായിരുന്നു. എനിക്ക് ആ ഒരൊറ്റ പടം മാത്രമായിരുന്നു ഏറ്റവും അടിപൊളി സിനിമയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിറ്റായിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് എനിക്ക് പറയാൻ പറ്റിയ ദുരന്തറായിരുന്നു. ടിക്കറ്റിൻ്റെ മേക്കിംഗ് കൊണ്ടൊക്കെ വന്ന് ഒരു ചിത്രമായിരുന്നു. ഒരുപാട് വിമർശനങ്ങളും സിനിമയ്ക്ക് നേരിട്ടു. പക്ഷേ എന്നിരുന്നാലും ഓവറോൾ ടെക്നിക്കലി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. പിന്നെ പ്രൊപ്പഗണ്ടയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ സിനിമ ഓവറോൾ നല്ല രസമായിരുന്നു. പിന്നീട് എന്തായാലും അത് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പം റിലീസാവുകയും ചെയ്തു. ഓവറോൾ നല്ലൊരു സിനിമയായിരുന്നു. ഇപ്പം എന്തായാലും അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, ദുരന്തർ 1 കണ്ടവർക്ക് എന്തായാലും ദുരന്തർ 2 ടീസർ അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമയുടെ ലാസ്റ്റിൽ കാണിച്ച് ഒരു ഗ്ലിംസ് തന്നെയാണ് അവർ ഒരു ടീസറാക്കി ഇറക്കി വിട്ടിരിക്കുന്നത്. അതായത് അതിനകത്ത് പ്രത്യേകിച്ച് പണികളൊന്നും നടന്നിട്ടില്ല, വേറെ എക്സ്ട്രാ ക്ലിപ്സുകളൊന്നും ആടിയിട്ടില്ല. ആ സിനിമ കണ്ട് എൻ്റെ ലാസ്റ്റിൽ ടൈലൻറ്റിൽ കാണിക്കുന്ന അതേ സീൻസ് തന്നെയാണ് എടുത്തിട്ടാണ് അവർ ഇപ്പോൾ ടീസറായിട്ട് റിലീസാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത് കുറച്ചൊരു എന്താ പറയുക, നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അപ്പം നമുക്ക് കിട്ടാണ്ട് പോയി. നമ്മൾ ഒരുപാട് പേര് എന്തൊക്കെയോ വരുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ട്രെയിലറിനാണ് ആക്ച്വലി വെയിറ്റിംഗ്. ട്രെയിലർ എന്തായാലും ഒരു കിടിലം ഐറ്റം ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നു. പക്ഷേ ദുരന്തർ 1 ടീസറിൻ്റെ അതിൽ മ്യൂസിക് ഹനുമാൻ ഖാൻ്റെ ആയിരുന്നു, റാപ്പായിരുന്നു എൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു എഫക്റ്റ് ഒന്നും ഇതിന് കിട്ടിയില്ല. ഇത് കുഴപ്പമില്ലാത്തൊരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ ടീസറിൻ്റെ അത് കാണുമ്പോൾ അറിയാം, രൺവീറിൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ, രൺവീർ എങ്ങനെ ആ സ്ഥലത്ത് ഒരു മേജർ ആളായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ഭരിക്കുന്ന ഒരാളായിട്ട് മാറുകയും ബാക്കി ഗ്യാങ്സിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കാണാം. പിന്നെ ഒബ്വിയസ്ലി അക്ഷയ് ഖന്നെ ഇതിൻ്റെ അകത്ത് മിസ് ചെയ്യും. കാര്യം അക്ഷയ് ഖന്നെ ഫസ്റ്റ് മരിച്ചു പോകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മൾ അക്ഷയ് ഖന്നെ മിസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നിരുന്നാലും ഓവറോൾ നല്ലൊരു ടീസറായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ചത് സാധനം അവരിട്ടില്ല. അവർ അതിൻ്റെ തന്നെ സാധനം കട്ട് ചെയ്തിട്ടാണ് ഇറക്കിയത്. അപ്പോൾ അത് കണ്ടതുകൊണ്ട് നമുക്ക് ഓൾറെഡി കണ്ട സാധനം തന്നെ വീണ്ടും കണ്ടിരിക്കുന്നതേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.